വിജയ നമസ്കാരം. നമസ്കാരം. വിച്ചിട്ട് ഡാർക്ക് ഈഗിൾ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് വെപ്പൺ LRHW ഇത് അമേരിക്ക ആദ്യമായിട്ട് പുറത്തെടുക്കുന്ന ഒരു ആയുധമാണ്. നമുക്കറിയാം അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. താഴെ നിന്ന് നമ്മൾ അടിക്കുമ്പോൾ യൂറോപ്പിന്റെ മുകളിൽ നിന്ന് റഷ്യ അടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നിന്നെല്ലാം പൊട്ടിച്ചിരിക്കുന്ന നമ്മുടെ രാജമാണിക്യത്തിലെ ഒരു ക്യാരക്ടറുണ്ട്. എല്ലാം ചെയ്തു വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ തലയിലിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാളുണ്ട്, ചൈന. അപ്പൊ ചൈനയ്ക്ക് നേരെയാണ് ഈ അത്യാധുനിക ഹൈപ്പർ മിസൈൽ ഗുവാമിൽ ഇവർ വിന്യസിച്ചിരിക്കുന്നത്. ഇത് വാരിയൻ ഷീൽഡ് എന്ന അമേരിക്കൻ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഈ അഭ്യാസം പ്രധാനമായും ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും യുദ്ധസന്നദ്ധത വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ മിസൈലിന്റെ പ്രത്യേകത ശബ്ദവേഗത്തിന്റെ 5 മടങ്ങിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കും. 3500 കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കും. ഇത് അതിവേഗവും ഇതിന്റെ മാന്യുവറബിൾ ആണ്, അതായത് പാത മാറ്റാനായിട്ട് കഴിയും. ഇത് സഞ്ചരിക്കുന്ന ഒരു ലക്ഷ്യം നമ്മൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്കാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഈ എന്താ പറയുക, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പകുതിയിൽ വെച്ച് ലക്ഷ്യത്തിനെ ഡീവിയേറ്റ് ചെയ്ത് മറ്റു ലക്ഷ്യത്തിൽ കൊണ്ടിടാനായിട്ട് ഈ മിസൈലിന് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് തടുത്തു നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോ തായ്വാൻ മേഖല, ദക്ഷിണ ചൈന കടൽ, പടിഞ്ഞാറൻ പസഫിക്, ഗുവാം അമേരിക്കയുടെ ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രമാണ്. അവിടെ നിന്നാണ് ഇത് വിന്യസിച്ച് ഇതിലോട്ടൊക്കെ വിടാനായിട്ട് അമേരിക്ക പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചൈനയ്ക്ക് സൈനിക സമ്മർദ്ദം വർദ്ധിക്കും. ചൈനയുടെ ദീർഘദൂര മിസൈൽ ശേഷിക്ക് ഒരു പ്രതിരോധ പ്രത്യാക്രമണ ശേഷി അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് കാണിക്കണം ചൈനയ്ക്ക്. തായ്വാനെ ചൊല്ലിയുള്ള പ്രതിസന്ധി ഉണ്ടായാൽ അമേരിക്കയ്ക്ക് വേഗത്തിൽ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് ചൈന ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ ഇത് നേരിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തായ്വാനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ ചൈനയെ നിലവിൽ ഈ മുൾമുനയിൽ നിർത്താനുള്ള അമേരിക്കയുടെ ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, അവരത് പുറത്തോട്ട് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് കുറച്ചു നാൾക്ക് മുമ്പ് നമ്മളും ഈ ഒരു ടോപ്പിക്ക് ചർച്ചയ്ക്ക് എടുത്തിരുന്നു. അന്ന് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം, കാരണം ചൈനയുമായിട്ടൊരു യുദ്ധം വന്നാൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ആയുധങ്ങൾ ഉണ്ടാകില്ല പറഞ്ഞിട്ട് നമ്മളന്ന്. പക്ഷെ അന്ന് നമ്മൾ ഇത്ര അതിന്റെ ഗൗരവം മനസ്സിലായില്ല ആ വാർത്തയുടെ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം ട്രംപ് നിർത്തുകയാണ്. പൊടുന്നതിന് ഒന്നും പറയുന്നില്ല, സമാധാനമാണെന്നോ വെടിനിർത്തലാണെന്നോ ഒന്നും പറയുന്നില്ല. ഇറാനും 2 ദിവസമായിട്ട് അടി നിർത്തിയിരിക്കുക. അവരും പറയുന്നത് പിന്നെ ഞങ്ങൾക്കെതിരെ ഒന്നും ആക്രമണം വരുന്നില്ല, അതുകൊണ്ട് ഇല്ല, ഞങ്ങൾക്കെതിരെയും വന്നാൽ ഞങ്ങൾ ഇനി അടിക്കും എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടരും മാറി നിൽക്കുന്ന അവസ്ഥ. പക്ഷെ അതിനുശേഷമാണ് ഈ വാർത്ത വരുന്നത്. ഈ വാർത്ത വെറുതെ അങ്ങ് ഭിന്നസിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇതിന്റെ US-ന്റെ ഇന്തോ പസഫിക് കമാൻഡർ തലവൻ അഡ്മിറൽ സാമുവൽ ജെ പഹരായുടെ നേതൃത്വത്തിൽ ഉള്ള 7ാം ഇൻഫൻട്രി ഡിവിഷൻ സൈനികർ, അതായത് ഈ മിസൈൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവിഷനും സൈനികരുമാണ് ഈ 7ാം നമ്പർ ഇൻഫൻട്രി ഡിവിഷൻ. അവർ വന്നിട്ട് ഇതിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് സൈനിക പരിശീലനം ഇത് ഓൾറെഡി ഈ പറയുന്ന ഗുവാം എന്ന് പറയുന്ന ദ്വീപാണ്, ജപ്പാൻ അടുത്തുള്ള ഗുവാം ദ്വീപ്. ഈ ദ്വീപ് ഓൾറെഡി അമേരിക്കയുടെ സൈനിക താവളം ഉള്ള സ്ഥലമാണ്, ജപ്പാനിൽ ഉണ്ട്. അതുപോലെ തന്നെ പസഫിക് മേഖലയിലും വലിയ സ്വാധീനം ഉണ്ട്, അവരുടെ വാർഷിപ്പുകളും കാര്യങ്ങളൊക്കെ വലിയ സ്വാധീനമുണ്ട്. അപ്പം ഇവർ പ്രതീക്ഷിക്കുന്ന 2 അറ്റാക്കാണ്. ഈ തായ്വാനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള സംഭവം മാത്രമല്ല, തായ്വാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അത് ജപ്പാനിലേക്ക് തീരും. ജപ്പാനും തമ്മിലുള്ള ദൂരം 160 കിലോമീറ്റർ ആണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ ജപ്പാനും ചൈനയുടെ ഒരു ശത്രുവാണ്. ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്ക സംബന്ധിച്ച് നാറ്റോയ്ക്ക് പുറത്തുള്ള നോൺ നാറ്റോ അലയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അമേരിക്കയുടെ ഡിപ്പോസിറ്റിന്റെ ഏതാണ്ട് 95% ജപ്പാന്റെയാണ്. അപ്പം ആ ഒരു രാജ്യമാണ്, അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ അവർക്കത് ഈ ഒരു മിസൈൽ വിന്യസിക്കാതിരിക്കാൻ കഴിയില്ല. അവര് പറയുന്ന മറ്റൊരു കാര്യം, തെക്കൻ ചൈന കടലിടുക്കില് US-ഉം ചൈനയുമായിട്ട് ഇപ്പൊ അത്ര നല്ല സുഖത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ അസുഖകരമായ ഒരു സാധ്യതയിലേക്ക് നീങ്ങുകയും അവിടെ ഒരു സംഘർഷവും യുദ്ധവും രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇറാനെ അറ്റാക്ക് ചെയ്ത കാര്യക്കത്തില്ല ചൈന അറ്റാക്ക് ചെയ്യുന്നത്. വലിയ രീതിയിൽ തന്നെ അവർക്ക് പടയൊരുക്കം നടത്തി വലിയ സന്നാഹങ്ങൾ അവർക്ക് നടത്തേണ്ടി വരും. പക്ഷെ ഇത് ചൈനയും അടങ്ങിയിരിക്കുന്നില്ല. ചൈനയും ഇതിനെതിരെ ബദൽ മാർഗം വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആന്റി ആക്സസ് ഏരിയ ഡിനയൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഈ മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും അവരും വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ യുദ്ധം പടിഞ്ഞാറ് നിന്ന് മധ്യഭാഗത്തേക്ക് എത്തി ഇപ്പോഴത് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ബൈബിൾ വെച്ചിട്ട് ചില വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ലോകാവസാനം
കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടേക്ക് ഒരു യുദ്ധം ആരംഭിക്കും, അതൊരു മഹായുദ്ധമായി മാറുമെന്നുള്ളത്. അതുമായിട്ട് ഇതിന് ഏകദേശം ഒരു സാദൃശ്യം ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉദ്ധരിക്കുന്നത്. ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, ഈ വീഡിയോ കണ്ടന്റുകൾ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അവർ പറയുന്നത് കേട്ടതാണ് ഞാൻ. ഈ തള്ളാണോ ഉള്ളതാണോ എന്നുള്ളത് അത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഈ ഒരു സാധനം ഈ സ്വാഭാവികമായിട്ട് ഇപ്പൊ കിഴക്കോട്ടാണ് നീങ്ങുന്നത്. ചൈന എന്ന് പറയുമ്പോൾ ഈ കിഴക്കൻ ഏഷ്യ രാജ്യമാണ്, അങ്ങോട്ടേക്ക് യുദ്ധം നീങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചൈനയിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല, ഇത് ഒരു വലിയ യുദ്ധമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ഒരു തിക്തഫലം ലോകം മുഴുവൻ ഉണ്ടാകും. കാരണം ചൈന ഒരു ചെറിയ രാജ്യവുമല്ല, അമേരിക്കയുമായിട്ട് അത്യാവശ്യം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ചൈന. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അവരുടെ അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ മിസൈൽ പുറത്തെടുക്കുന്നത് തന്നെ, ഈ ഡാർക്ക് ഈഗിൾ എന്ന് പറഞ്ഞ്. അത് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനൊരു കമാൻഡറും അതിന്റെ ഒരു സൈനികരും ഉൾപ്പെടെ അവരതിനുവേണ്ടി സജ്ജീകരണം നടത്തും. കഴിഞ്ഞ കുറെ കാലമായിട്ട് അമേരിക്ക ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന മേഖല ഇൻഡോ പസഫിക്കൻ മേഖലയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുമായിട്ട് പിണങ്ങിയാലും പിന്നെ ഇന്ത്യയായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ കാര്യം തന്നെ ഇന്ത്യയുടെ ഒരു സഹായം കൂടി ഇവർക്ക് ഇവിടെ അനിവാര്യമാണ്. അങ്ങനെയാണല്ലോ കോഡ് സഖ്യമൊക്കെ നമ്മളിവിടെ രൂപീകരിക്കുന്നത്. കോഡ് സഖ്യത്തിൽ ഇന്ത്യ അതിന്റെ ഭാഗം കൂടിയൊക്കെ ആക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചൈനയെ എതിർക്കാനായിട്ട് ഇന്ത്യയുടെ കൂടി ഒരു സഹായം ഇവർക്ക് അനിവാര്യമാണ്. കാരണം ഇവർക്ക് പുറത്തുനിന്ന് വന്ന് ചെയ്യുമ്പോഴത്തേന് ഇവിടെ കൂടി ഒരാൾ വേണമല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമ്മളത് നേരിട്ട് ഭാഗമല്ലെങ്കിൽ കൂടി, കാരണം നമ്മൾ തായ്വാൻ ഇതുവരെ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല, പ്രവിശ്യമായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് നമ്മുടെ രാജ്യം. അപ്പൊ നമുക്ക് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ഒരു യുദ്ധത്തിൽ നമ്മൾ ആരുടെ പക്ഷം പിടിക്കാൻ പോകുന്ന ഒരു രാജ്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്ത് വരില്ലെങ്കിൽ പോലും നമ്മളൊരു നിർണായക റോൾ ഈ യുദ്ധത്തിൽ ഉണ്ടാകും, ഇത് യുദ്ധമായിട്ട് വരികയാണെങ്കിൽ. കാരണം ഇന്ത്യൻ മഹാസമുദ്രവും ഇന്തോ പസഫിക്കൻ മേഖലയും ഒക്കെ ഇതിന്റെ ഒരു ഇപ്പം അവരുടെ കമാൻഡറിന്റെ പേരൊക്കെ കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ഇപ്പൊ ഈ വാർത്തയിൽ ഇന്തോ പസഫിക് എന്നാണ് അവർ പറയുന്നത്, അതിന്റെ പേര് മാറ്റിയാന്നല്ലോ, ഇന്ത്യ എടുത്ത് കളഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞത് ചൈനയെ സൂചിപ്പിക്കാനാണ് ഇന്ത്യ എന്നുള്ള വാക്കെടുത്ത് കളഞ്ഞതെന്നുള്ളത്. പക്ഷെ ചൈനയെ സൂചിപ്പിക്കാനല്ലെന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത. ഈ ഗുവാം ദ്വീപില് ഇവരോട് മിസൈൽ വിന്യസിക്കുമ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം, അത് സ്വാഭാവികമായി തന്നെ ഇന്ത്യൻ സമുദ്രാതിർത്തിയും ഇന്ത്യൻ സമുദ്ര മേഖലയും ഇന്ത്യൻ നാവികസേനയും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. കാരണം അറിഞ്ഞോ അറിയാതെ, കാരണം നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല, നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മേഖലയിലാണ് ഈ പണി മുഴുവൻ നടക്കാൻ പോകുന്നത്. അത് ചൈനയ്ക്കെതിരെയുള്ള യുദ്ധം. പക്ഷേ ഈ യുദ്ധം അവിടെ കൊണ്ട് തീരുമോ എന്നറിയില്ല. കാരണം ഇത് കുറച്ചുകൂടി വൈഡ് ആകാനുള്ള സാധ്യതകളാണ് കുറച്ചുകൂടെ പോകുന്നത്. കാരണം ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വെല്ലുവിളി എന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മറികടക്കുമോ എന്നുള്ള ഒരു ഭീതി മാത്രമല്ല, ചൈന ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് വലിയ തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയെടുത്ത് മാത്രമാണ് അമേരിക്കയ്ക്ക് ഈ താരിഫും കുന്തമൊന്നും വലുതായിട്ട് ഏക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഭാവിയിലാണെങ്കിലും അത് അതിവിദൂര ഭാവിയിൽ എന്ന് പറയാൻ കഴിയില്ല, വളരെ അടുത്ത് തന്നെ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ പല കാര്യങ്ങളും ചൈനയുമായിട്ട് മുട്ടുമടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ പല കാര്യങ്ങളും അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്ക് വെച്ചുകൊണ്ട് അത് കൂടുതൽ സംഘർഷം, കാരണം ട്രംപ് ഇരിക്കുന്നതുകൊണ്ട് സംഘർഷത്തിന് പ്രത്യേക പഞ്ഞമൊന്നും ഉണ്ടാകില്ല. അതിനൊരു കാരണം പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. കാരണം പുള്ളിക്ക് തോന്നുന്ന ഓരോരോ ചിന്തകളും സ്വപ്നങ്ങളുമാണ് ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇതൊരു വലിയ വാർത്തയാണ്, ഈ ഡാർക്ക് ഈഗിൾ അവർ വിന്യസിച്ചു എന്നുള്ളത്. അതായത് യുദ്ധം കുറച്ചുകൂടി കടുക്കുന്നു, ചൈനയ്ക്കെതിരെ അമേരിക്ക തിരിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത ഇതിനകത്ത്. താങ്ക് യു.